ഹായ് ഓൾ, വെൽക്കം ടു സൈലം. NTPC എക്സാം അപ്ലൈ ചെയ്ത എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴായിരിക്കും എക്സാം എന്നുള്ളത്. അപ്പോൾ ഈ എക്സാം ഡേറ്റിനെ സംബന്ധിക്കുന്ന ഒരു നോട്ടീസ് ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ലീക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ സത്യാവസ്ഥ എന്നുള്ളത്. സോ ഈ നോട്ടീസ് പ്രകാരം പറയുന്നത് ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ ഓഫ് ഫോളോയിങ് CENs, അതായത് NTPC ഗ്രാജുവേറ്റ് ലെവൽ അതുപോലെ തന്നെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ രണ്ടിൻ്റെയും ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂള് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ 2 ജൂൺ 2025 മുതൽ 22 ജൂൺ 2025 വരെയാണ്. അതേസമയം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ നമുക്ക് കാണാം 28 ജൂൺ 2025 മുതൽ 21 ജൂലൈ 2025 വരെയാണ്. അപ്പോൾ ആക്ച്വലി മുൻപും റെയിൽവേയിൽ ഇതുപോലെ ലീക്കായിട്ട് വരാറുണ്ട് നോട്ടീസസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം? ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു നോട്ടീസ് ആരെങ്കിലും ലീക്ക് ചെയ്തതായിരിക്കാം. അപ്പോൾ ഹിസ്റ്ററി നമുക്ക് നോക്കുമ്പോൾ ഇതുപോലെ ലീക്കാവുന്നത് ഒരു 95% ശരിയാവാറുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ഡേറ്റിൽ തന്നെ ഏകദേശം എക്സാം നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ ALPയുടെ Tier 2 നമുക്കറിയാം, CBT 2 എപ്പോഴാണ്? മെയ്യിലാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് NTPC CBT 1 തന്നെയാണ് പ്രതീക്ഷിക്കാനുള്ളത്. എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് ജൂൺ 2 മുതൽ ജൂൺ 22 വരെ നടക്കാനുള്ള സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം ഗ്രാജുവേറ്റ് ലെവലാവുമ്പോൾ 28 ജൂൺ മുതൽ 21 ജൂലൈ വരെ ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനി ഒട്ടും വൈകിക്കരുത്. നമ്മൾ ഇനി എന്ത് ചെയ്യുക? നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ വേഗതയിലോട്ടാക്കുക, കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഇതിന് മുമ്പ് എക്സാം ഉണ്ടാവില്ല, ഈ ഡേറ്റ് ആയിരിക്കാം ഓർ ഇതിന് ശേഷമായിരിക്കാം. അപ്പോൾ ചില ആൾക്കാരെങ്കിലും എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കാറുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഈ എക്സാമിൻ്റെ ഫാക്ട്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്ര ആൾക്കാരാണ് നോക്കിയേ? 8113 വേക്കൻസിയാണ് നമുക്ക് ആകെ ഉള്ളത്. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ നമുക്ക് പ്ലസ് എന്ന് പറയാം. ബട്ട് അഗെയിൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്രയാണ് നോക്കിയേ? 58 ലക്ഷം, അറൗണ്ട് 58 lakhs ആസ്പിറൻസ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ NTPC 12th ലെവലാകുമ്പോൾ 3445 വേക്കൻസീസ് ആണ്. റൈറ്റ്, ഓഫ് കോഴ്സ് അത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആണല്ലോ. ആൻഡ് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്കിയേ, 63 ലക്ഷത്തി സംതിങ്, വിച്ച് മീൻസ് നമുക്ക് അറൗണ്ട് 1.2 crore ആൾക്കാരാണ് ഈ NTPC എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി ഒരു കാരണവശാലും സമയം കളയാൻ നമ്മുടെ കയ്യിൽ ടൈമില്ല എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ പഠിത്തത്തിൽ. കാരണം ഇനിയുള്ള ടൈം നമുക്കറിയാം, അറൗണ്ട് ഒരു 50+ ഡേയ്സ് ആണ് നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് കിട്ടുക അല്ലേ? അതുപോലെ തന്നെ ഒരു 70+ ഡേയ്സ് നമുക്ക് 12th ലെവൽ എക്സാമിന് കിട്ടും. ബട്ട് എന്നിരുന്നാലും ഈ 50+ ഡേയ്സ് അല്ലെങ്കിൽ 70+ ഡേയ്സ് കൊണ്ട് നമുക്ക് ഓഫ് കോഴ്സ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് RRB NTPC ടിക്കറ്റ് ടു സക്സസ് ബാച്ച് ഇപ്പോൾ റേറ്റ് കുറച്ചിട്ടുണ്ട്. വെറും 1999 രൂപ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൺസേൺസും ഡൗട്ടും ഈ ബാച്ചിനെ കുറിച്ചോ ഈ കോഴ്സിനെ കുറിച്ചോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.